മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോഹിനിയാണെങ്കിൽ കമലേശ്വരത്തിലേക്ക് മഹിക്ക് പലഹാരങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. അവിടെ എത്തുന്ന അവർക്ക് നേരിടേണ്ടി വരുന്നത് ദുർഗയുടെയും ഉണ്ണിയുടെയൊക്കെ തന്നെ കുത്തുവാക്കുകൾ തന്നെയാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ മോഹിനി തരുന്ന പലഹാരങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. എന്തായാലും ഈ സമയം മോഹിനി പറയുന്നുണ്ട് വിവാഹ വാർഷികമായിട്ട് അവിടേക്ക് വരണമെന്നൊക്കെ. അവിടെ വന്ന കരുണയുടെ മുഖം കാണണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് എന്തായാലും അവിടെ എത്തണമെന്നൊക്കെ മോഹിനി പറയുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും അത് സമ്മതിക്കുന്നുണ്ട്. വിവാഹ വാർഷികത്തോടനുബന്ധിച്ചിട്ട് മഹിയും കണ്ണനും ആ ഒരു തീരുമാനമെടുക്കുന്നു. തങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ഈ ഒരു തറവാട്ടിൽ വെച്ച് ആഘോഷിച്ചാൽ ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാവില്ല എന്നും മാത്രമല്ല കരുണയും ഉണ്ണിയും പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ആ ആഘോഷം ഇവിടെ വേണ്ട എന്നും അവർ തീരുമാനിക്കുകയാണ്. പകരം ആ ഒരു ആഘോഷം ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിൽ വെച്ച് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അനന്തവും ലേഖയും ആവട്ടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ ആ വീട്ടിൽ ഒരുക്കുന്നുണ്ട്. പിന്നീട് മഹിയുടെയും കണ്ണൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി രാവിലെ തന്നെ അവർ ക്ഷേത്രത്തിലേക്കൊക്കെ പോയി അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലേക്കാണ് പോകുന്നത്. ഈ സമയങ്ങളിലൊക്കെ തന്നെ ചടഞ്ഞുകൂടി കിടക്കുകയാണ് നമ്മുടെ കരുണ. തനിക്ക് ഒരാഘോഷങ്ങളില്ല, തൻ്റെ ജീവിതം നശിച്ചു പോയി, ഇനി അയാളെ വേണ്ട എന്നൊക്കെ തന്നെ ഉള്ള നിലപാടിൽ തന്നെയാണ് കരുണ ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനൊക്കെ പറയുന്നുണ്ട് മോളെന്തായാലും ചെന്നൊന്ന് ഉണ്ണിയെ വിളിക്ക്. അതുപോലെ ദുർഗയും അത് തന്നെയാണ് ഉണ്ണിയോട് പറയുന്നത്. ഇനി ഞാൻ വിളിച്ചിട്ട് കാര്യമില്ലമ്മേ, അവൾ എന്തായാലും രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഡിവോഴ്സ്, അതാണ് ഇപ്പോൾ അവളുടെ ആവശ്യം. എൻ്റെയും ആവശ്യം അതൊക്കെ തന്നെയാണ്. ഏകദേശം എനിക്ക് ഈ ജീവിതം മടുത്തു തുടങ്ങിയെന്നൊക്കെ ഉണ്ണി ദുർഗയോടും പറയുന്നുണ്ട്. കരുണ പറയുകയാണ് കഴിവില്ലാത്തവനെ തനിക്ക് വേണ്ട എന്നും അതുകൊണ്ട് വിളിയുമില്ല ഒരാഘോഷവും ഇല്ലെന്നൊക്കെ. എന്തായാലും ഒരുത്തി ഇപ്പോൾ ആഘോഷിച്ച് നടക്കുന്നുണ്ടാവും. അവൾക്ക് എന്തൊക്കെ പറഞ്ഞാലും താലിഭാഗ്യമുണ്ട്. ഒരു അമ്മയാകാൻ കഴിയില്ല എന്നല്ലേ ഉള്ളൂ. അവളിപ്പോൾ സുഖമായിട്ടും സന്തോഷത്തോടെയും സമ്പന്നയായിട്ടല്ലേ കഴിയുന്നതെന്നൊക്കെ കരുണ പറയുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മുത്തശ്ശിയും പ്രതാപനും കരുണയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കരുണയാണെങ്കിൽ ആ ചടഞ്ഞുകൂടിയുള്ള കിടപ്പ് തന്നെ. പിന്നീട് മേഘനാഥൻ എങ്ങനെയൊക്കെയോ അറിയുന്നുണ്ട്, അതായത് കണ്ണനും മഹാലക്ഷ്മിയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിൽ വെച്ചിട്ടാണെന്ന്. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ നേരിയ സംശയം മനസ്സിലുണ്ട്. കമലേശ്വരത്തിലേക്ക് എത്തുന്ന മേഘനാഥനാവട്ടെ ദുർഗയോടും ഉണ്ണിയോടും പറയുന്നുണ്ട് അവൻ്റെ ഇടത് കാലിനൊപ്പം വലത് കാലം ചലിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് താനൊരിക്കൽ നേരിട്ട് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടത് സ്വപ്നമാണോ സത്യമാണോ എന്നറിയില്ല. മൂന്നാർ കണ്ണനും മഹാലക്ഷ്മിയും പോയെന്നല്ലേ പറഞ്ഞത്. അവിടെ വെച്ച് അവർ രണ്ടാളെയും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. മദ്യത്തിൻ്റെ ലഹരിയിലായിരുന്നുവെങ്കിലും എനിക്ക് ചെറിയൊരു ഓർമ്മ കിട്ടുന്നുണ്ട്. മഹാലക്ഷ്മിയും കണ്ണനും കൈ പിടിച്ചിട്ടായിരുന്നു എൻ്റെ മുന്നിലൂടെ നടക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദുർഗയും ഉണ്ണിയും ആകെ ഷോക്കാവുന്നു. മേഘേട്ടൻ ഇതെന്തൊക്കെയായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേടാ അവൻ്റെ ഇടത് കാലിനൊപ്പം വലത് കാലം ചലിച്ചു തുടങ്ങി, അവൻ നടക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്, നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും അത് കണ്ടുപിടിക്കണം. ഇന്ന് ലേഖയുടെയും അനന്തുവിൻ്റെയും വീട്ടിൽ വെച്ചിട്ടാണല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറി. അവിടേക്ക് ഒരാളെ വിടണം. എന്നിട്ട് സത്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇനിയും മണ്ടന്മാരാവരുതെന്ന് പറഞ്ഞുകൊണ്ട് മേഘനാഥനാണെങ്കിൽ ഒരാളെ അങ്ങോട്ട് വിടുകയാണ്. ഈ സമയം മേഘനാഥൻ നമ്മുടെ അനന്തു ലേഖയും മഹാലക്ഷ്മിയും കണ്ണനൊക്കെ തന്നെ കേക്ക് മുറിച്ച് അവരുടെ ആദ്യ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങോട്ട് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ മേഘനാഥൻ വിട്ടയക്കുന്ന ആളാണെങ്കിൽ ആ കാഴ്ച കാണുന്നുണ്ട്. അതായത് കണ്ണനും മഹാലക്ഷ്മിയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതും കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ളത്. അങ്ങനെ കണ്ണൻ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കുകയാണ് അയാൾ. ഇതൊന്നും തന്നെ അറിയാതെ മഹാലക്ഷ്മിയും കണ്ണനും നേരെ പോകുന്നത് മോഹിനിയുടെ അടുത്തേക്ക് തന്നെയാണ്. അവിടെ എത്തുന്ന മഹാലക്ഷ്മിയും കണ്ണനും മോഹിനിയുടെ ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തോടെ പോവാം എന്നുള്ള രീതിക്ക് തന്നെയാണ് എത്തുന്നത്. പക്ഷേ കരുണയാവട്ടെ ഇന്നത്തെ ദിവസം എന്നെ ചൊടിപ്പിക്കാൻ വേണ്ടി തന്നെ നീയും നിൻ്റെ ഭർത്താവും ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലടി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് നിൻ്റെ ഭർത്താവുമായിട്ട് ഒന്നിച്ചു പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ തൻ്റെ ഉപദേശം എനിക്ക് വേണ്ടടോ എന്നിങ്ങനെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും മുഖത്ത് നോക്കി തന്നെ കരുണ പറയുന്നുണ്ട്. ഇതെൻ്റെ വീടാണ്, ഇവിടെ വന്ന് നീ ഉപദേശിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ കണ്ണനോട് പറയുന്നു. ഒട്ടും ബഹുമാനമില്ലാതൊക്കെയാണ് കണ്ണനോട് സംസാരിക്കുന്നത്. എന്തായാലും കണ്ണനാണെങ്കിൽ അത് വല്ലാത്തൊരു വേദനയാവുന്നുണ്ട്. ഈ നിൽക്കുന്ന ചേച്ചിയെ നീ ഒരിക്കലും മനസ്സിലാക്കില്ല കരുണേ. മഹാലക്ഷ്മി നിനക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. ഇനി എപ്പോഴാണ് നീ നിൻ്റെ ചേച്ചിയെ മനസ്സിലാക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ മനസ്സിലാക്കിയിടത്തോളം മതിയടോ, എനിക്ക് ഇവളെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, ഇവിടേക്ക് വന്ന് തിന്നാനല്ലേ തിന്നിട്ട് പോവാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ മുഖത്തടിച്ചതുപോലെയാണ് സംസാരിക്കുന്നത്. കണ്ണനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയുന്നില്ല. ഈ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇവരുടെ ആരുടെയും സംസാരം കേട്ട് നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല,
നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ അവിടെ നിന്നും അവനെയും വിളിച്ചിട്ട് പോവുകയാണ്. എന്തായാലും കാത്തിരിക്കാം നമുക്ക് എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.